കിരീടങ്ങൾ ക്രൗൺസ് പാർട്ട് 2. കഴിഞ്ഞ ദിവസം 2 കിരീടങ്ങളെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഭംഗിയുള്ള കിരീടം, 2 ജ്ഞാനത്തിൻ്റെ കിരീടം. മൂന്നാമത്തേത് സാമർഥ്യമാകുന്ന കിരീടം. 2-3 എടുക്കുക. സാമർഥ്യമാകുന്ന കിരീടം, പിന്നെ അല്ലെങ്കിൽ വിവേകത്തോടെയുള്ള ഉപയോഗിക്കുന്ന ധനം ഒരു കിരീടമാണ്. പിന്നെ നീതിയുടെ കിരീടം. ഈ 3 ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സാമർഥ്യമാകുന്ന കിരീടം, അതായത് സാമർഥ്യമുള്ള കിരീടം എന്ന് പറയുമ്പോൾ ഈ സദൃശ്യവാക്യം 12:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. സാമർഥ്യം 12 സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. അപ്പോൾ സാമർഥ്യമുള്ള സ്ത്രീ ഒരു കിരീടമാണെന്നും ഈ സാമർഥ്യത്തോടെ സ്ത്രീകളെ, പെൺമക്കളെ ശരിയായിട്ട് പഠിപ്പിക്കണമെന്നും സ്കൂളുകളിൽ തൊട്ട് വീടുകളിൽ തൊട്ട് തുടങ്ങിയില്ലെങ്കിൽ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. അത് പഠിപ്പിക്കുന്ന രീതി തന്നെ വീടുകളിലാണിത് തുടങ്ങേണ്ടത്. ചർച്ചിലിത് തുടങ്ങണം. ഒരു സ്ത്രീ എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു മക്കളും ഒരു ചെറിയൊരു വേസ് പോലെയാണ്, ഗ്ലാസിൻ്റെ വേസ്. അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് താഴോട്ടിട്ട് അത് പൊട്ടിപ്പോകും. അത് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചു വളർത്തുന്ന അപ്പന്മാരാണ് ജീവിതത്തിൽ ജയം നേടുന്നത്. അല്ല, തെറ്റുപറ്റിയിട്ടുണ്ടോ ക്ഷമ ചോദിക്കുക. യേശു ഇറങ്ങി വന്ന് ആ സ്ഥലത്ത് പരിഹാരം കാണിക്കും. പിന്നെ സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് സദൃശ്യവാക്യം 31 പറയുന്നുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീ ഒരു ഭർത്താവിൻ്റെ കീഴിൽ, സാമർഥ്യമുള്ള സ്ത്രീയുടെ എല്ലാ ഗുണങ്ങളും എന്തെന്ന് സദൃശ്യവാക്യം 31-10-31 വരെയുള്ള വാക്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീ ആർക്ക് കിട്ടും? ഈ സാമർഥ്യമുള്ള ശരിയാണ്, നമ്മൾ ഈ സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീ പുരുഷൻ അടിമത്വം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ സ്ത്രീക്കും പുരുഷനുമുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ തലയിലിരിക്കുന്ന കിരീടം പുരുഷൻ്റെ തലയിൽ ഇരിക്കൂല. അത് എൻ്റെ തലയിലുള്ള കിരീടം, അത് ദൈവം പറയുന്ന കിരീടമാണെന്ന് മനസ്സിലാക്കിയാൽ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. അതില്ലാതെ പുരുഷൻ്റെ കിരീടം എൻ്റെ തലയിൽ കയറ്റി വെച്ചാൽ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? പുരുഷൻ്റെ കിരീടം വെക്കണം. അതിറ്റ് ഈസ് അതോറിറ്റി. അതെല്ലാം അങ്ങ് പോയിട്ട് ഇപ്പോഴത്തെ കാലത്തെ ആൺമക്കളെ കണ്ട ഒരു കഴിവില്ലാത്ത ഈ ആൺമക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞാനും ചിലപ്പം ചിന്തിക്കാറുണ്ട്. അവർക്ക് ഈ പെൺമക്കൾ മുൻപോട്ട് വരുന്നുണ്ട്, പക്ഷേ ആൺമക്കളെ പുറകോട്ട് തള്ളി അവർക്ക് ഒരു പദവിയില്ല. ആൺമക്കൾ കൊച്ചു പിള്ളേരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരൊന്നും അവർ തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് ദേ ആർ വെരി ലിറ്റിൽ കോൺഫിഡൻസ് കമ്പയർഡ് ടു ദ ഗേൾസ്. പെൺപിള്ളേർക്ക് ഇച്ചിരും കൂടെ ഔട്ട് ഗോയിങ് ക്യാരക്ടറാണ്, പക്ഷെ മറ്റവരെ ഇച്ചിരി കൂടെ അടുത്തിരുത്തി അവരെ പഠിപ്പിച്ച് കൊണ്ടുവരണം. അത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? സദൃശ്യവാക്യം 31:10 അവളുടെ വില മുത്തുകളിലും ഏറും, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ കൂടെ നിന്ന് സ്ത്രീയുടെ ജോലി എന്തെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അത് ചെയ്യുകയാണ് എങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം കടന്നു വരും. വെൻ യു റിയലി ആൻഡ് പുരുഷൻ ആ അതോറിറ്റി എടുത്തിട്ട് എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഈച്ച് പേഴ്സൺ ഹാസ് their own way of making their life better. അത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അത് മിക്ക കുടുംബങ്ങളിൽ ഞാൻ ഇന്ന് വരെ ഈവൻ ഞാൻ ഇത്രയും വചനം പറയുന്ന വ്യക്തിയാണെ പോലും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ, അവരുടെ ചിന്താമണ്ഡലത്തിലുള്ള ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവ് വരാതെ ഒരിക്കലും ഐക്യത ഉണ്ടാകുന്നില്ല. ഒരു നൈജീരിയയിലുള്ളൊരു പ്രാസംഗിക പറയായിരുന്നു, അവരൊരു പാവം പിടിച്ച ഒരു സ്ത്രീ ഒരു ബിഷപ്പിനെ കല്യാണം കഴിച്ചു. ആ മനുഷ്യന് ദൈവവിളി ഉണ്ടേ എന്ന് മനസ്സിലാക്കിയ നാൾ തൊട്ട് ഷീ ടുക്ക് ഇറ്റ് ആസ് ഹെയർ ചലഞ്ച്. അവരുടെ ജീവിതത്തിൽ ഈ മനുഷ്യൻ ബിഷപ്പായിട്ട് നിൽക്കണമെന്നുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയതോടുകൂടി ആ മനുഷ്യൻ ഉയർന്നു വന്നു. കറക്റ്റല്ലേ? അവിടെ ഒരു ഡിവിഷനായില്ല, അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ് കഴിയുമ്പം തന്നെ, വിവാഹത്തിന് ചെല്ലുമ്പോൾ തന്നെ പുരുഷന് വില കുറവ്, സ്ത്രീകൾ അവരുടേതായിട്ടുള്ള കഴിവുകൾ കൂടുതൽ കാണിക്കുക. അപ്പോഴേ പുരുഷനെ അടിച്ചു താഴ്ത്തി. ഞാൻ ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയി ഞാൻ കണ്ടതാണ്. ആ സ്ത്രീക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം. ഈ കുട്ടി അതിൻ്റെ കൂട്ടുകാരുടെ കൂടെ നിന്ന് സ്റ്റേജിൽ കല്യാണം കഴിയുമ്പോൾ ഇപ്പോൾ അതാണല്ലോ പരിപാടി, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചൻ മുഴുവൻ സമയം സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്. ഞാൻ അന്നേരം വിധിച്ചു, ഇത് നടക്കാൻ പോകുന്നില്ല. You have to teach girls and the wives to honor the husband in such a way that they be honored. അങ്ങനെ അവർക്ക് ഓണർ കൊടുക്കുക.
പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുക, അതാണ് വേദപുസ്തകം പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിക്കാതെ നമ്മൾ കുറച്ച് പിന്നെ പഠിപ്പീര് മാത്രം പഠിപ്പിച്ചിട്ട് നമ്മൾ പറയാം പൈസ ഭർത്താവിനെക്കാട്ടി കൂടുതൽ ശമ്പളം ഇവളുണ്ടാക്കുന്നതിന്, അങ്ങനെ ഉണ്ടാക്കുന്ന ഭവനങ്ങൾ മിക്കയിടത്തും ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, പലരും വിളിച്ചു പറയുന്നത് അവരുടെ ഈ പെങ്കൊച്ചിൻ്റെ അപ്പന്മാർ പലപ്പോഴും ഈ പെമ്മക്കളെ തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് കിട്ടുന്ന പൈസയിൽ ഈ അപ്പനും അമ്മയും സെക്യൂരിറ്റി കാണുന്നുണ്ട്. ഇറ്റ്സ് റിയലി സാഡ്. അത് വളരെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു സത്യമാണ്. അത് പെൺമക്കൾ എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത യാതന അനുഭവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വി നീഡ് ടു നോ വേർ അവർ പൊസിഷൻ ഈസ്. നിൻ്റെ കിരീടം വെച്ചിരിക്കുന്നത് ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ശത്രുവും വരില്ല. മിക്കവർക്ക് അവനവൻ്റെ തലയിൽ കിരീടം ഉണ്ടെന്ന് പോലും അറിയത്തില്ലല്ലോ. അപ്പം സാമർഥ്യമുള്ള സ്ത്രീയെ കിട്ടണം. അപ്പം നമ്മുടെ സഭയുടെ വിശ്വാസം ആചാരങ്ങൾ സഭയിൽ നിൽക്കുന്നെങ്കിൽ അത് അനുഷ്ഠിക്കുക. അതല്ല ചർച്ചിലാണ് അവിടെ ഒരു ചട്ടക്കൂട്ടുണ്ട്, അതിനകത്ത് നിൽക്കുക. നിന്നിട്ട് അതിൻ്റെ മഹത്വത്തിൽ ആ തണലിൽ ഒരു കുടുംബമെന്ന് പറയുന്ന അപ്പനും അമ്മയും മക്കളും, അപ്പനും അമ്മയും മേളിൽ നിന്ന് മക്കൾ അകത്ത് വരത്തക്ക വിധത്തിൽ ഉള്ള ഒരു സാഹചര്യം അത് അപ്രീഷിയേറ്റ് ചെയ്യുവാനും അത് പഠിപ്പിച്ചെടുക്കുവാൻ ഒരു ജീവിതം ആവശ്യമുണ്ട്. അതാണ് അത് ഇപ്പം പണ്ടത്തെ പോലെയല്ല. പുതിയ മക്കൾക്ക് ജോലി കിട്ടുന്നതിനാൽ അപ്പനും അമ്മയും അവർക്ക് നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന അപ്പനും അമ്മയൊക്കെ മിക്കപ്പോഴും അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഈസ് സോ എക്സ്പെൻസീവ്. ചെയ്തെന്ന് തെറ്റില്ല, ദി ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു സാമർഥ്യത്തിൻ്റെ ഒരു കിരീടം നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും വരത്തില്ല. ആത്മീയമായ സാഹസികതയാണ് സാമർഥ്യം. അതായത് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് ഉറപ്പോടെ നിൽക്കണം. അത് ഇത്ര പേർക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു. ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായി. ആ കുട്ടിക്ക് 4 മാസമേ ആയിട്ടുള്ളൂ. കുട്ടിക്ക് വളരെ ഇച്ചിരി കഴിവുള്ള കുട്ടിയാണ്. ആ കുട്ടി വിളിച്ച് വെച്ച് പറയുന്നു, എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിപ്പിക്കത്തില്ല, അമ്മായിമ്മ ആകെപ്പാടെ പ്രശ്നമാണ്, ഞാനതുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒക്കെ തിരിച്ച് വീട്ടിൽ പോകണം. വളരെ ദുഃഖകരമായ പണമുള്ള വീടാണ്, ആവശ്യത്തിന് സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ കുട്ടി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ 4 മാസം കഴിഞ്ഞപ്പോൾ 5-6 മാസത്തിലോട്ട് കയറുകയാണെന്ന് ഓർക്കണം. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ആൻറ്റി തിരിച്ചു പോകാൻ ഒക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും? ഒന്നാമത് നിൻ്റെ ചുമതല എന്തെന്ന് നീ മനസ്സിലായില്ല. ശരിയാ, പ്രയാസം വരുന്നതായിരിക്കും. ബട്ട് ഈ പ്രയാസ സന്ദർഭങ്ങളിലല്ലേ ദൈവം ഇറങ്ങി വരുന്നത്. പ്രയാസം വരുമ്പം ഒന്നുകിൽ ഒരു പ്രശ്നം വരുമ്പം നമുക്കതിനെ ആത്മാവിൻ്റെ ശക്തിയിൽ അത് ഫേസ് ചെയ്ത് ചലഞ്ച് ചെയ്ത് ജയമെടുക്കണം. ഇപ്പം ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് ശക്തി ദാവീദിൻ്റെ ബലമൊന്നുമല്ല. അതൊരു പാഠമാണ്. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അതല്ല പോവുകയാണെങ്കിൽ യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് ദ പ്രോസ് ആൻഡ് കോൺസ്. എവിടെ പോയി നിൽക്കും. ഇന്നിപ്പോൾ ആ കുട്ടിക്ക് തിരിച്ചു പോകണം. അപ്പോൾ അത് വളരെ സങ്കടത്തോടെ എന്നെ വീണ്ടും വിളിച്ചപ്പം ഞാനത് വളരെ വിഷമത്തോട് കേട്ട്. ഞാൻ പറഞ്ഞു, ഏതായാലും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ അമ്മായിമ്മ നിൽക്കുന്നിടത്തോളം കാലം ആ മനുഷ്യൻ വിളിക്കത്തില്ലെങ്കിൽ വെയിറ്റ്, പ്രാർത്ഥിക്ക്. കല്ലുപോലുള്ള ഹൃദയം മാറുന്നിടം വരെ നീ പ്രാർത്ഥിക്ക്. നീ എന്തുകൊണ്ട് അമ്മായിമ്മയെ സ്നേഹിച്ചില്ല? ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് പിടിക്കുന്നില്ലെങ്കിലും ഷീ അണ്ടർസ്റ്റാൻഡ്സ്. പക്ഷേ ഞാൻ അവസാനം ആ കുട്ടി എന്നോട് ആൻറ്റി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം, ഞാൻ കുറച്ച് പറഞ്ഞു തന്നതല്ലേ. തിരിച്ച് പ്രാർത്ഥിച്ചപ്പം വചനം വെച്ച് ആ കുട്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. കാരണം ആ കുട്ടിക്ക് കാതലായ സത്യങ്ങൾ വചനങ്ങൾ അറിയാം. പക്ഷെ വചനം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും വചനം നിൻ്റെ ഉള്ളിലുണ്ടേ എങ്കിൽ നീ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കാര്യം ശരിയാകും. തക്ക സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സാമർഥ്യമുള്ള സ്ത്രീ എന്ന് പറയുന്നത് വചനം അറിയുന്നതിലല്ല, വചനം ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിച്ച് പ്രാക്ടിക്കലായിട്ട്. സദൃശ്യവാക്യം 31 പറഞ്ഞത് എന്താണ്? ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോണ്ടി വന്നത്? ഭർത്താവിന് അവളെ വിശ്വസിക്കാൻ വയ്യാത്ത എന്തോ സാഹചര്യം അവിടെ ഉണ്ടായി. ശരി, 2 സൈഡിലും പ്രോബ്ലം കാണും. ബട്ട് എന്തിനാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്? പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കാനല്ലേ. എന്തിനാണ് ദൈവത്തെ അറിയുന്നത്? ഈ ലോക ജീവിതത്തിൽ ഒരു സാമർഥ്യമുള്ള ജീവിതം ജീവിക്കാനല്ലേ? അല്ലേ? അതല്ലേ? യേശു ക്രിസ്തു പോലും പലപ്പോഴും എന്നോടൊക്കെ പലപ്പോഴും പറയാറുള്ളത്, വെൻ യു പ്രേ ഫോർ ചിൽഡ്രൻ, പ്രേ ഫോർ ദി എക്സലൻസ് ഓഫ് ദ ചിൽഡ്രൻ. ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയെന്ന്. ഇതൊക്കെ നമ്മളും ഓർത്തില്ല, നമ്മളും മറന്നു പോകാം. അവരുടെ ഒരു ബലഹീനത നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തിരുത്തി വെച്ച് നമ്മൾ അവരുടെ നന്മ പറയണം. അത് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ്. വിവേകത്തോടെ ഉപയോഗിക്കുന്ന ധനമാണ് കിരീടം. അതായത് നമുക്ക് പണം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല, പണം ആവശ്യമുണ്ട്. പക്ഷേ
പണം കിട്ടിയാൽ അതെങ്ങനെ വിവേകത്തോട് ഉപയോഗിക്കണം എന്നറിയുന്നില്ല എങ്കിൽ കുരങ്ങിൻ്റെ കയ്യിലെ പൂമാല പോലെ, അത് ചുമ്മാതെ അവൻ അവിടെ ഇവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മൾ ചിലർക്കൊക്കെ പണം കിട്ടിക്കഴിയുമ്പം അവരുടെ ദുഷ്ട സ്വഭാവം മുഴുവൻ അങ്ങോട്ട് പൊങ്ങി വരും. പിന്നെ അവർ മനുഷ്യരല്ല, മൃഗങ്ങളാണ്. സദൃശ്യവാക്യം 14:24 ഇങ്ങനെയാണ്: ജ്ഞാനിയുടെ ധനം അവന് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. എന്താണ് എഴുതാഞ്ഞത്? എന്താ എഴുതി വെക്കാത്തത്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ഒത്തിരി ഇപ്പോൾ ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പേ പ്രീ സ്കൂള്, അതായത് നഴ്സറി തൊട്ടേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മറ്റു കുഞ്ഞുങ്ങളെക്കാട്ടിൽ ഏറ്റവും നല്ലതാണെന്ന് കാണിക്കണമെന്ന് അമ്മയപ്പന്മാർ പഠിപ്പിച്ച് എത്രയോ ഡൊണേഷനും കൊടുത്ത് രാവും പോലും പഠിപ്പിച്ച് എല്ലാം പഠിപ്പിച്ച് വെക്കും. പക്ഷേ ഒരു പ്രശ്നം വരും, കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യും. ബിക്കോസ് ദേ ഡോണ്ട് നോ ടു ഡീൽ വിത്ത് ദ ഡെയിലി തിങ്സ് ഇൻ ലൈഫ്. തെറ്റ് മനസ്സിലാക്കിയിട്ട് കുഞ്ഞെ പഠിക്കണം. നിൻ്റെ കഴിവിന് എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേക കഴിവ് ദൈവം ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തത്. അതെന്നാന്ന് കണ്ടുപിടിച്ച് അത് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. ദേ വിൽ ലിവ്. അതിന് പകരം നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്യിപ്പിച്ച് ആകപ്പാടെ കോമ്പറ്റീഷനാക്കി കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഇപ്പം നിൽക്കുന്നത്. സുബോധമുള്ള ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആത്മാവിൽ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പണം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പണം വേണം. പണം പക്ഷേ ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാകും. എപ്പോഴാണോ ദ്രവ്യം അല്ലെങ്കിൽ പണം ദൈവമായിട്ട് മാറുമ്പോൾ. പണം നമ്മുടെ നമ്മൾ ഇന്ത്യൻസിന്, പ്രത്യേകിച്ച് കേരളക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവം. നമുക്ക് നല്ല പഠിത്തവും കഴിവുള്ളവരാണ്, പക്ഷേ വി ഡോണ്ട് നോ ഹൗ ടു സെൽ അവേഴ്സെൽസ്. നമ്മളെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മുടെ കഴിവെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടും. അതേസമയം പുറത്തുള്ള ഒരാൾ ചെറിയ പഠിത്തമാവുന്നെങ്കിൽ അവരത് പൊക്കി പറഞ്ഞ് അവർ വലിയ ജോലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാംകോയിലൊക്കെ ഞാൻ പലപ്പോഴും കാണാറുള്ളതാണ്. ചെറിയൊരു എൻജിനീയറിങ് ഏതെങ്കിലും പഠിച്ചിട്ട് അവർ വന്ന് അവിടെ മാനേജറായിട്ട് നിൽക്കും. നമ്മുടെ ഇവിടുന്ന് പോകുന്ന എൻജിനീയേഴ്സ് വലിയ പഠിത്തമുള്ളവർ അവരുടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യും. എന്താ? വി ഡോണ്ട് നോ ടു സെൽ അവേഴ്സെൽസ്. നമുക്ക് നമ്മുടെ കഴിവ് അറിഞ്ഞുകൂടാ. ദ്രവ്യാഗ്രഹമല്ല ഞാൻ ഈ പറയുന്നത്. കഴിവുള്ളതിന്, നമ്മുടെ പ്രയത്നത്തിന് അതിനൊരു പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ മാർഗത്തിലെ ശോഭയുള്ള കിരീടം. ശോഭയുള്ള കിരീടം എന്ന് പറയുന്നത്, ശോഭയുള്ള കിരീടം നമ്മുടെ കയ്യിൽ ദൈവമാണ് തരുന്നത്. 16:31 നരച്ചതല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. അപ്പം നരച്ച തല ശോഭയുടെ കിരീടം. അപ്പോൾ പ്രായം ചെല്ലുന്നത് ഒരു കിരീടമാക്കി നമ്മളെ കാണുകയാണെങ്കിൽ പ്രായമുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക. ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ചെല്ലുകയാണ്, പ്രായമുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയും ബഹുമാനം കൊടുക്കാത്ത വ്യക്തിയും കൂടെ നമ്മളെ നോട്ട് ചെയ്യുകയാണെങ്കിൽ അൺനോയിങ്ലി നമുക്ക് ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയോട് ഒരു ആദരവ് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മൾ ചെല്ലുന്നുണ്ട്, നമ്മൾ മുമ്പിൽ കയറി ഇരുന്നേച്ച് പ്രായമുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തി വരും, നമ്മളവിടെ തന്നെ ഇരിക്കുക. നമ്മളൊന്ന് മാറിക്കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ പഠിപ്പിക്കണം, വീടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. സമൂഹത്തിൽ, ചർച്ചിൽ, മറ്റു കുടുംബങ്ങളിലൊക്കെ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത്, അത് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നതിനകത്ത് കൂടെ വരും. ചിലർ വലിയ ഉന്നത പദവിയിലെത്തി അപ്പനെന്ന അമ്മ ആരാന്ന് പറയാൻ പിന്നെ നാണം കേട. അതൊക്കെ എന്താണ്? 10 കൽപ്പനയിൽ 4-ാമത്തേതായിട്ട് വന്ന അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി. ആ ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി, അത് 5-ാം കൽപ്പനയാണെന്ന് തോന്നുന്നു. ആ കൽപ്പനകൾ നിനക്ക് ദീർഘായുസും സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പനും അമ്മയായിട്ട് പ്രായം ചെന്നവരെ മറ്റുള്ളവരെ കൂടെ കാണാൻ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹമായിരുന്നു. പ്രായമുള്ളവരെ കണ്ട് നമ്മൾ ബഹുമാനിക്കും. വേറൊരു സ്ത്രീയെ കണ്ട അത് പ്രായമുള്ളവരത് മൂത്ത സഹോദരിയായിട്ട് അല്ലെ അതൊക്കെ പഠിപ്പിച്ചത്. ഇതൊന്നും ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് വീടുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, ചേർച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നും ഡാൻസ് ചെയ്യാനും പിന്നെ മുമ്പിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ നിൽക്കാനും പഠിപ്പിക്കുന്നതുകൊണ്ട് റിയലി അകത്തൊരു പൊള്ളയാണ് വലുതാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ വലിയ കഷ്ടമല്ലേ? കിരീടങ്ങൾ വെക്കാൻ, ജീവൻ്റെ കിരീടമുള്ള മക്കൾ ആരും എടുത്തുകൊണ്ട് പോകാത്ത കിരീടങ്ങളാണ് ഞാനീ പറയുന്നത്. അവയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലിരുന്ന് ശോഭിക്കുന്നു. അപ്പം 3-ാമത്തേത് സാമർഥ്യമാകുന്ന കിരീടം. അതിനെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. വിവേകത്തോട് ഉപയോഗിക്കുന്ന ധനം, പിന്നെ നീതിമാർഗത്തിലെ ശോഭയുള്ള കിരീടം. ഈ കിരീടങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് ജീവൻ്റെ കിരീടം കിട്ടിക്കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് ദൈവം നമുക്ക് അടുക്കും ചിട്ടയുമായിട്ട്. അതാണ് ഒരു നിറകുടം
തുളുമ്പത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ആഢ്യത്യം, ഒരു പ്രാഗൽഭ്യം, ഒരു ഇന്നർ സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അത് പരിശുദ്ധാത്മാവാണ് ഇട്ട് തരുന്നത്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് ഈസ് ഇറ്റ് എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ നടപ്പും ഓരോ പ്രവൃത്തിയും പ്രായമുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, നിങ്ങളെങ്ങനെ ക്യാരിയിങ് യുവേഴ്സെൽസ്, നമ്മളെ തന്നെ നമ്മൾ ഈ അറിവോടുകൂടി നമ്മൾ നടക്കുന്നു. അറിവില്ലാതെ നടക്കുന്നതിന് രണ്ടാണ്. കിരീടമുള്ളവൻ എപ്പോഴും 100 നടക്കും. അതൊരു സത്യമാണ്. അത് ജഡത്തിൻ്റെ കിരീടമല്ല ഞാൻ പറഞ്ഞ, ആത്മാവിൻ്റെ ഒരു ബലമാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം ഒരു മഹത്വം കൊടുത്തിട്ടുണ്ട്. അത് പുറത്തു വരിക തന്നെ ചെയ്യും. തലമുറകളെ അത് പഠിപ്പിച്ചെടുക്കാം. നാഥ, കിരീടങ്ങൾ പലതും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പുസ്തകത്തിൽ ഇരിക്കാനല്ല, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും തലയിൽ വെപ്പിച്ചിട്ട് അതെങ്ങനെ അത് വേറെ ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. കിരീടം ഉണ്ടെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. എപ്പോഴും വേദപുസ്തകത്തിൽ വചനം പഠിക്കുന്നവർ കുറേ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെയും ദീനത്തിൻ്റെയും, അതാണ് പൗലോസ് എബ്രായ ലേഖനം 6 പറയുന്നത് പോലെ ആദിപാഠങ്ങളിൽ നിന്ന് പൊങ്ങിയിട്ടില്ല കർത്താവേ എന്ന്. ഈ ആദ്യപാഠം 1-ാം ക്ലാസ്സിൽ 30 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റു കിടക്കുന്ന വിശ്വാസികളാണെന്ന് ഞങ്ങളെ തന്നെ ചിലപ്പോൾ എഴുതുമോ എന്നൊരു സംശയം. അതുകൊണ്ട് കർത്താവേ, ശക്തനായ നിൻ്റെ വചനങ്ങൾ പഠിച്ചിട്ട് നീ ഞങ്ങളെ തലമുറകൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുവാൻ തക്കവണ്ണം നീ തന്നിരിക്കുന്ന വേദപുസ്തകത്തിലെ നല്ലതായ കിരീടങ്ങൾ ഓരോന്നും, ജീവൻ്റെ കിരീടം തൊട്ട് കർത്താവേ, ജ്ഞാനത്തിൻ്റെ കിരീടം, വിവേകത്തിൻ്റെ കിരീടം, സാമർഥ്യത്തിൻ്റെ കിരീടം, ധനത്തിൻ്റെ കിരീടം, ഇതൊക്കെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള കൃപ തരണമേ. ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതെങ്ങനെ പ്രാപിക്കണമെന്നുള്ളതിന് ആരെങ്കിലും ഒന്ന് ക്ലാസ് എടുത്തെങ്കിൽ കൊള്ളായിരുന്നു കർത്താവേ. അത് പ്രാപിച്ചെടുക്കേണ്ടത് സ്വന്തം ഭവനങ്ങളിൽ തുടങ്ങി, സ്കൂളുകളിൽ, ചർച്ചുകളിൽ തുടങ്ങി, സമൂഹത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ അവർക്ക് നല്ലതായിട്ട് ദൃഢമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ, വേദപുസ്തക അടിസ്ഥാനത്തിൽ മാറ്റമില്ലാത്ത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ആളുകൾ ഉണ്ടാകട്ടെ. വയലിൽ കർത്താവെ നിറച്ച് കർത്താവെ വിളവ് തൂങ്ങിക്കിടക്കുകയാണ്. അത് കൊയ്യുവാൻ ആളുകളില്ല. ആളുകളെ ഇറക്കി വിടണമേ. അധിക കഴിവുള്ളവർ മിണ്ടാതെ വീട്ടിലിരിക്കുന്നവരുണ്ട് കർത്താവെ. എന്തെല്ലാം ചാനൽ ഓപ്പൺ ചെയ്ത് കിടക്കുന്നു. സത്യവചനം വിളിച്ചു പറഞ്ഞ് ആരെങ്കിലും ഞാൻ മൂലം ആകർഷിക്കുന്നവർ ചില നമ്പേഴ്സാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നവർ നിങ്ങളെ ആകർഷിക്കുന്ന വേറെ ആളുകളാണ്. അവരത്രയും പേര് സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും വരാതിരിക്കുന്നത് നമ്മുടെ മൗനം കൊണ്ടാണ് എങ്കിൽ കർത്താവ് അത് ദോഷമായിട്ട് തന്നെ കണക്കിടും. അതുകൊണ്ട് ഏൽപ്പിച്ച ചുമതലകൾ വിശ്വസ്തയോടെ ചെയ്യാൻ അനേക മക്കൾക്ക് ഇതൊരു ഉത്തേജനമായിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയെ ബിൽഡപ്പ് ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഈ അയക്കുന്ന വചനം കർത്താവെ അത് നല്ല നിലത്ത് വീണ് 100 മേനിയായിട്ട് ഉൽപ്പാദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.